പണ്ട് പണ്ട് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വരരുചി എന്നൊരു ബാലനുണ്ടായിരുന്നു. അവിടുത്തെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലിരിക്കാൻ പറ്റുന്ന അത്രയും പാണ്ഡിത്യമുള്ളൊരു ബാലനായിരുന്നു വരരുചി. ഒരു ദിവസം രാജസദസ്സിൽ വെച്ച് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. രാമായണത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ശ്ലോകം ഏതാണ്? ആർക്കും ഉത്തരം കിട്ടിയില്ല. വരരുചി പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസത്തെ സമയം വേണം, അത് കഴിഞ്ഞ് ഞാൻ വരാം. അങ്ങനെ രാജാവ് വരരുചിക്ക് 41 ദിവസത്തെ സമയം കൊടുത്തു. ഇതിൻ്റെ ഉത്തരം അന്വേഷിച്ച് വരരുചി പല നാടുകളിലും അലഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു ആൽത്തറച്ചുവട്ടിലിരിക്കുമ്പോൾ 2 വനദേവതമാർ പക്ഷികളായി വന്ന് പറയുന്നത് കേട്ടു. കുറച്ചു മുൻപ് ഇവിടെ പറയിക്കുടിലിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ആ കുഞ്ഞിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണെന്നറിയാമോ? ഈ ആൽമരച്ചുവട്ടിൽ മാം വിധി ജനകാത്മജം എന്ന ശ്ലോകമാണ് ഏറ്റവും പ്രാധാന്യമെന്ന് അറിയാതെ അന്വേഷിച്ച് നടക്കുന്ന വരരുചി. ഇത് കേട്ട് വരരുചി തുള്ളിച്ച പിറ്റേന്ന് വരരുചി രാജകൊട്ടാരത്തിലെത്തി രാജാവിനോട് ഏറ്റവും പ്രാധാന്യമേറിയ ശ്ലോകം പറഞ്ഞു. രാജാവും സന്തോഷവാനായി, സമ്മാനങ്ങളും കൊടുത്തു. വരരുചി രാജാവിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഇവിടെ ജനിച്ച പെൺകുട്ടി നാടിന് നാശമാണ്. അങ്ങനെ അവരാ കുഞ്ഞിനെ ഒരു ചങ്ങാടമുണ്ടാക്കി പന്തം കൊളുത്തി അതിലൊഴുക്കി പുഴയിലേക്ക് വിട്ടു. ഈ കുഞ്ഞിനെയാണോ വരരുചി വിവാഹം ചെയ്യുന്നത് എന്നറിയാനായിട്ട് അടുത്ത പാട്ട് കേൾക്കണേ.